നമുക്ക് തരുന്ന ഒരു വലിയ പ്രോമിസാണ്, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടുക എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വയ്ക്കുക. നമുക്ക് വേണ്ട, മനസ്സിലായില്ലേ? വേണ്ടെന്ന് വയ്ക്കുക. രണ്ട്, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, നമ്മുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയുക. ഈ രണ്ട് കാര്യവും ദൈവം ചെയ്യില്ല എന്നുള്ള പ്രോമിസ് തരികയാണ്. ഇത് ചുരുക്കമായിട്ട് പറഞ്ഞ് നിർത്തിയിട്ട് അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കൈവിട്ടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം പൗലൂസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല, നിന്നെ ആരും കൈയേറ്റം ചെയ്യുകയുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടേയിരിക്കണം. ദൈവം പൗലൂസിന് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു പ്രോമിസാണ് അത്. രാത്രിയിൽ പൗലൂസ് ചിന്തിക്കുകയാണ്, നാളെ പുറത്തിറങ്ങിയാൽ എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലും. കാരണം ഞാൻ പറയുന്ന സുവിശേഷം കൈസർക്ക് വിരോധമായിട്ടുള്ളതെന്ന് പറഞ്ഞാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവിടെ കിടന്ന് ആക്രോശം കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആസ്യയിൽ നിൽക്കണോ പോണോ എന്ന് പൗലൂസ് ചിന്തിക്കുമ്പോൾ രാത്രിയിൽ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, മക്കളെ, നീ ഭയപ്പെടണ്ട, നീ ധൈര്യമായിട്ട് നാളെയും എന്നോട് എന്ത് ചെയ്യണം? എൻ്റെ വചനം പ്രസംഗിക്കണം. നിന്നെ ആരും കയ്യേറ്റം ചെയ്യാതെയും ഉപദ്രവിക്കാതെയും ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഈ പ്രോമിസ് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലൂസ് അങ്ങോട്ട് പിറ്റേന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരാദ്യം പറഞ്ഞ വാചകം, അർത്തിമസ് ദേവിക്ക് ഒരു ശക്തിയില്ല എന്ന പൗലൂസ് എന്ത് ചെയ്തു? പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. ന്യായാധിപ സംഘത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ന്യായാധിപ സംഘം നോക്കിയപ്പോൾ ഭയങ്കര ശബ്ദകോലാഹലം. ചിലർ അങ്ങനെ പറയുന്നു, ചിലർ ഇങ്ങനെ പറയുന്നു. പക്ഷെ എന്തരാണെന്ന് ഒരു പിടിയും കേൾക്കാനില്ല. ന്യായാധിപ സംഘം പറഞ്ഞു, കാരണമൊന്നും പിടിയില്ല, അത് കണ്ട് നാളെ കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പെയ്യും. അവർ പെയ്യതെങ്ങനെ പെയ്യും? പൗലൂസിനെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചിട്ടാ പോയത്. കാര്യം ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, നിന്നെ ആരും കയ്യേറ്റം ചെയ്യുകയില്ല, ഉപദ്രവിക്കുകയില്ല. ഇത് ദൈവമാ തരുന്ന പ്രോമിസ്. ഇത് കണ്ടിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? ആർക്കുന്നവൻ ആർക്കട്ടെന്നേ, കൊല വിളിക്കുന്നവൻ കൊല വിളിക്കട്ടെന്നേ, നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിൽ നിന്ന് നിനക്കൊരു പ്രോമിസ് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കള് അല്ലെ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥന വരുമ്പോൾ അവർ എത്ര സ്ഥലത്ത് പിറുപിറുത്തുന്ന വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, എത്ര സ്ഥലത്ത്? അതിൻ്റെ പകുതി 11 സ്ഥലത്ത് 220 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞു. എന്തിന്? അവർക്ക് ഒരിടത്ത് പാളയം അടിക്കാൻ. 30 ലക്ഷം, ഏകദേശം 30 ലക്ഷം ജനത്തിന് താമസിക്കണമെങ്കിൽ 220 ഏക്കർ സ്ഥലം വേണമെന്ന് ജോയി പറയ്ക്കൽ എന്ത് ചെയ്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് കിടക്കുന്നല്ല, എൻ്റെ അഭിപ്രായമൊന്നുമല്ല, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ 30 ലക്ഷം ജനം അവിടുത്തെ കൃഷിയിലൊന്ന് ഓരോ കതിര് പറിച്ചാൽ 227 ഏക്കറിലുള്ള കൃഷി നഷ്ടപ്പെടും. അപ്പം പിന്നെ ഇവനെയൊക്കെ അവിടെ പാളയം അടിക്കാൻ സമ്മതിക്കുമോ? പറയണത് എന്തിനു പറയും? കിടന്ന് കരയണ എന്തിനു? ഞാൻ ഒരു കതിരല്ലേ പറിച്ചുള്ളൂ. എത്ര എണ്ണമാണ് പറിച്ചത്? 30 ലക്ഷം ജനം പറിച്ച് 30 ലക്ഷം കതിരാണ് പറിച്ചിരിക്കുന്നത്. എത്ര സ്ഥലത്തുള്ളത്?
പറയണവർ പറയും ഒരു കതിരല്ലേ എന്ന്. സംഭവം ഇത്രയും പോയി. അപ്പൊ ഇവരെ ഉപദ്രവിക്കും. ഈ ഉപദ്രവിക്കുന്നതുകൊണ്ട് ദൈവം പറഞ്ഞു, മക്കളെ നിന്നെ ആരും ഉപദ്രവിക്കില്ല നിങ്ങളെ. കാരണം നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോകും. ഒരുത്തൻ വാളെടുത്ത് അല്ലേ, ആവർത്തന ദിവസം 31:6 ഒന്ന് വായര്. ആവർത്തനം 31:6. കണ്ട, നിന്റെ കൂടെ ആരുണ്ട്? നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഒരു വഴിക്കിറങ്ങുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനമൊക്കെ വായിച്ച് ഇറങ്ങണം. PSC ടെസ്റ്റിന് പോകുന്ന ദൈവമക്കളുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈ വചനം എടുത്തു വെച്ചിട്ട്, കർത്താവേ ഈ ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. അവരെ കൂട്ടത്തിൽ രാജാക്കന്മാരുണ്ട്, അധിപതിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ ആരേ ഉള്ളൂ? അങ്ങ് മാത്രമേ ഉള്ളൂ. ഈ ധൈര്യത്തിലാണ് ഞാൻ പോണത്. അല്ലാതെ നമ്മൾ പലരെയും ആശ്രയിച്ചിട്ട് പോകും. മനസ്സിലായി? പലരെയും ആശ്രയിച്ചിട്ട് നമ്മൾ പോകും. അവിടെ നിന്നെല്ലാം നമ്മൾ പരാജയപ്പെട്ട് മടങ്ങി വരും. അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. എടാ, ദൈവം തന്നെ നിനക്ക്, നമ്മൾ വിളിക്കാൻ പോണ രാഷ്ട്രീയക്കാരെ നമുക്ക് മുമ്പായിട്ട് നമ്മളെ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടാ? നമ്മൾ ചെന്ന് അവനെ വിളിച്ചിളക്കി, അവനെ കുളിപ്പിച്ച് ഇല്ലേ, അവന് വേണ്ടി കാത്തിരുന്ന് അവൻ വന്ന് അവനെ കാറ് പിടിച്ച് കൊണ്ടുപോട്ടെ. പക്ഷെ ഇവിടെ ദൈവം പറയണ കേട്ടാ, ഞാൻ നിനക്ക് മുമ്പായി കടന്നു പോകും. നിന്റെ പുറകെ വരുമെന്നല്ല, നീ വിളിച്ചിട്ട് വരുമെന്നല്ല, ഞാൻ നിനക്ക് മുമ്പായി കടന്നു പോകും, നിന്നോടുകൂടെ ഇരിക്കും. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളങ്ങ് പെയ്യാ മതി എന്ന് പറയുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നിന്നോടുകൂടെ ഇരിക്കും, നിന്നോടുകൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയുമില്ല. നീ പോണ വിഷയത്തിൽ നിന്നെ തള്ളപ്പെടില്ല. നീ പേടിക്കാതിരുന്നാൽ മാത്രം മതി. നീ പോണ വിഷയം നിന്നെ എന്ത് ചെയ്യില്ല, കൈവിടുകയില്ല. ഇതൊക്കെ എടുത്ത് നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടോ? നിന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ കൈവിടുകയില്ല. ഈ ദൈവത്തെ കൂടെ കൊണ്ടുപോകണം. നീ പോണ യാത്രയിൽ കൂടെ കൊണ്ടുപോകണം. കഴിയുമെങ്കിൽ ഈ കുറിപ്പ് എഴുതി പാക്കറ്റിൽ ഇട്ടുകൊണ്ട് നീ പോണ വഴിയേ എന്ത് ചെയ്താണ്, കർത്താവെ കൂടെ ഉണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ, എൻ്റെ മുമ്പേ പോകണമല്ലോ എന്ന് വിശ്വാസത്തോടെ ഈ വചനത്തെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. എനിക്ക് സഹായം ആരുമില്ല, ഒറ്റ മനുഷ്യരില്ല, ഞാൻ അങ്ങിന്റെ സഹായത്തിലാണ് യാത്ര. പ്രിയ ദൈവമക്കളെ, വേഗത്തിൽ നടത്താം. ഇന്ന് ഷോർട്ടായിട്ട് സങ്കീർത്തനം കൂടിപ്പോയി, അത് കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പൗലോസ് യാത്ര തിരിച്ചു പോകുമ്പോൾ കടല്, തിരമാല അടിക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ആരും വന്ന് കപ്പലിലുള്ള ആഹാര സാധനം എടുത്ത് താഴോട്ട് എറിഞ്ഞതല്ല. കപ്പലിലുള്ളവർ തന്നെ എന്ത് ചെയ്തു? നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. കാരണം നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ലാത്തതിൽ കൂടാണ് നമ്മളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 276 പേർക്കും കഴിക്കാനുള്ള എല്ലാ നന്മയും എവിടെ കയറ്റിയിട്ടുണ്ട്? കപ്പലിൽ ഉണ്ട്. പക്ഷേ യാത്രയിൽ
പൗലൂസിന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് ഇവരുടെ ആഹാരങ്ങളെല്ലാം ഇവര് തന്നെ, പൗലൂസിന്റെ വാക്കല്ല ഇവർ കേട്ടത്, മാമൂലിന്റെ വാക്ക് കേട്ടു. അതുകൊണ്ട് ഇവര് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? എടുത്തെറിയേണ്ടി വന്നു. പക്ഷെ എടുത്തെറിയുമ്പോഴും ഇവര് അതിന്റെ 18, 27-18 ഒന്ന് വായിച്ച. 27-18. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയ കൊണ്ട് കേട്ടാ, കപ്പലിൽ നിന്ന് ഇഴപ്പെടേണ്ട എല്ലാം എന്ത് ചെയ്തു? അവര് കടലിലിട്ട് കളഞ്ഞു. എന്നിട്ട് കപ്പലിലുള്ള ഭാരം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഞാൻ പറയാം, ചിലർ പറയണതായിട്ടുണ്ട്, ആശുപത്രിയിൽ ചെന്നപ്പം പറഞ്ഞ് 79 കിലോ ഉണ്ട്, 84 കിലോ ഉണ്ട്, വെയിറ്റ് കുറയ്ക്കണം, 55 വയസ്സ് വരെ എത്ര കിലോ ആവാം? ഒരാളിന് 55 വയസ്സ് വരെ 60-61 കിലോ ആകാം. ഇപ്പോൾ 40-45 വയസ്സായപ്പോഴേ എന്നെ 45-50 വയസ്സാകണതിന് മുമ്പേ എന്നെ എത്ര കിലോ ഉണ്ട്? 70-80 കിലോ ഉണ്ട്. ഞാൻ ഒന്നും തിന്നണില്ല, ഞാൻ ഒരു വാക എന്ത് ചെയ്യില്ല, തിന്നില്ല. പക്ഷെ വീട്ടിൽ 2 കിലോ അരി വായിക്കും, ഒരു ചോറുന്നില്ല. ഞാൻ ഒരു വകയും കഴിക്കില്ല. പക്ഷെ വീട്ടിൽ കഴിക്കുന്ന 2 കിലോ ചോറെന്തില്ല, കലത്തിലില്ല. ഇത് ഞാൻ 1-2 പേര് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. എൻ്റെ അടുത്ത് പാസ്റ്ററെ പിള്ളേരൊന്നും കഴിക്കലില്ല. അപ്പോഴാണ് അമ്മച്ചി പറയണത്, ഈ പിള്ളേരുടെ അമ്മച്ചി, വീട്ടിൽ വായിക്കണ 2 കിലോ അരി ഇട്ട് വായിക്കണം, ഒരു വക ഇവിടെ ഇല്ലേ പാസ്റ്ററെ, എനിക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാൻ നോക്കിയാൽ കലം പൊട്ടിക്കിടക്കണ്ട. ഇതാണ് പറയണത്. അതുപോലെയാണ് പലരുടെയും രീതികളാണ്. എന്നിട്ട് പറയാണ് ഭാരം എന്ത് ചെയ്യണം? ഒന്ന് കുറച്ച്. അതിനവരെന്ത് ചെയ്തു? സ്വന്തം കയ്യാൽ എല്ലാം വാരി കടലില് ഇട്ടോ. ഇപ്പൊ വളരെ നാളായിട്ട് എന്തില്ല? സൂര്യനില്ല. എന്താണ് അപ്പോഴവർക്ക് നഷ്ടപ്പെട്ടത്? എന്തവർക്ക് നഷ്ടപ്പെട്ടു? അവരുടെ മാസങ്ങളും ദിവസങ്ങളും കാലങ്ങളും അല്ല നഷ്ടപ്പെട്ടത്. അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ഇന്ന് പ്രാപിക്കേണ്ടത് അവർക്ക് നഷ്ടപ്പെട്ടു. സൂര്യനെയും ചന്ദ്രനെയും ദൈവം വെച്ചത് കാലനിർണയത്തിനും അടയാളത്തിനും വേണ്ടി എന്നല്ലേ ഉൽപ്പത്തി 1:14. കാലനിർണയത്തിന് വേണ്ടി ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. 104-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ കാലനിർണയത്തിന് വേണ്ടി അവൻ അതിന്റെ പട്ടികയിലാക്കി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തില് അന്ത്യകാലത്തിന്റെ ഓഹരിക്കായിട്ട ഒരു ഓഹരിയുണ്ട്. അതിനു വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇനി കാലങ്ങൾ അധികമില്ല. ഇതെല്ലാം ഏതിനെ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നു? സൂര്യനെയും ചന്ദ്രനെയും. ഇവർക്കിപ്പോ എന്തില്ല? ദൈവത്തിന്റെ വചനം പറഞ്ഞ പൗലൂസിന്റെ വാക്കനുസരിക്കാത്തത് കൊണ്ട് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ തടസ്സമായെന്ന. കാലങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നതല്ലാതെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ എന്തില്ല? പ്രാപിക്കേണ്ട അനുഗ്രഹം ഇവരുടെ പക്കലെത്തുന്നില്ല. ഞാൻ പറയാം, 2025 അവസാനിക്കുന്നവന് പ്രാപിക്കേണ്ട ചില അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ അടിസ്ഥാനം പോലും അവർക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല. കാലങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോകുന്നു? നീണ്ടു നീണ്ടു പോകുന്നതല്ലാതെ എന്ത് പ്രാപിക്കാൻ കഴിയുന്നില്ല. അവർക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ കഴിയുന്നില്ല. അടുത്ത് എന്നിട്ട് കാണാൻ കഴിയാത്തത് പോട്ട് ജീവിതത്തിൽ എന്ത് അടിച്ചോണ്ടിരിക്കുന്നു? വല്ലാത്ത കൊടുങ്കാറ്റ്. ഏലിയാവ് ചെന്ന് വലിയ ദൈവപ്രവൃത്തി ചെയ്തിട്ട് എന്ത് ചെയ്തു?
ഒരു ഗുഹയിൽ കിടന്നു. ആദ്യം എന്ത് ചെയ്തു? കൊടുങ്കാറ്റ് വന്നു. അതിനകത്ത് ദൈവം ഇല്ലെന്നേ. നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് ഒരു പരിഹാരം തരാൻ ആരില്ല? ദൈവമില്ല. ദൈവമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിച്ചോണ്ടേ ഇരിക്കുന്നു. പക്ഷെ അതിനകത്ത് പരിഹാരം തരേണ്ടവൻ എന്തില്ല? അതിനകത്തില്ല. അതിനകത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും കർത്താവ് പറഞ്ഞ ഒരു ദൂതുണ്ടോ? ലൂക്കോസ് 21:36. അതൊന്ന് വായിച്ചേ. ലൂക്കോസ് 21:36. നോക്കണമേ, ഇവരെല്ലാം കപ്പലിലുള്ള സാധനം പറക്കി കടലിലിട്ടപ്പോഴും ഇവരുടെ ആശ നശിച്ചു പോകത്തക്ക രീതിയിൽ ഇവര് ആയപ്പോഴും പൗലൂസിന് ഒരു കുലുക്കവുമില്ല. അവ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം അവന്റെ പ്രാർത്ഥന എന്തായിരിക്കും? എന്തായിരിക്കും സഹോദരങ്ങളെ? എന്തായിരിക്കും? പ്രസംഗിക്കാൻ വേണ്ടിയാ. അവനെ റോമിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പൽ തകർന്നാലും ഒന്നുമില്ല, എനിക്ക് ഈ സാധനങ്ങൾ കടലിൽ പെയ്യാലും ഒന്നുമില്ല, പക്ഷെ എനിക്ക് എവിടെ എത്തണം? എനിക്ക് റോമിലെത്തണം. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് ചിലരുടെ അടുത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ പറയാറുണ്ട്. അത് പറയണമെങ്കിൽ എനിക്ക് റോമിലെത്തണം. ഇവരുടെ നന്മയെല്ലാം പോണതൊന്നും എനിക്ക് വിഷയമല്ല. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ചേ കർത്താവ് പറഞ്ഞില്ലേ? ഒന്നുകൂടെ വായിച്ച വാക്യം. ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുമായിട്ട് നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? സംഭവിപ്പാനെല്ലാം ഒഴിഞ്ഞു പോവാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, നമ്മൾ അരുമനാഥനായ കർത്താവ് പറഞ്ഞതോ. അരുമനാഥനായ കർത്താവ് പറഞ്ഞത് സദാകാലം എന്ത് ചെയ്യേ. അതിന്റെ 28-ാം വാക്യം കൂടെ ആയിരുന്നു. 21-28. ഇത് സംഭവിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? വീണ്ടും എടുക്കുക. നേരത്തെ എന്ത് ചെയ്തിരുന്നു? കളഞ്ഞു പോയിരുന്നു. ഇപ്പം വീണ്ടും എന്ത് ചെയ്തു? തിരിച്ച് എടുക്കുന്നു. അപ്പൊ നേരത്തെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? 40 സമയം കളഞ്ഞു. വീണ്ടും എന്ത് ചെയ്യാണ്? എടുക്കണമെങ്കിൽ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നേ പറ്റൂ. സദാകാലവും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് കണ്ട എങ്ങനെ നിൽക്കണം? തല ഉയർത്തി നിൽക്കണം. എടാ, ഈ പ്രശ്നങ്ങൾ, ഈ കാറ്റ്, ഈ തിരമാല എന്റെ ശരീരത്തിലല്ല, എന്റെ ജീവിതത്തിൽ തൊടില്ല. നീ ഉണർന്നില്ല. അടിക്കട്ടെ കാറ്റ് എത്ര വേണം, എത്ര തിരമാല അടിക്കട്ടെ, എന്റെ ജീവിതത്തിന്റെ അടുത്തെത്തിയില്ല. ഇത് എത്തില്ല. നീ പ്രാർത്ഥിച്ച് ഉണർന്നിരുന്നാൽ നിന്റെ തല ഒരിടത്തും കുനിയാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അനുവദിക്കില്ല. മനസ്സിലായ? ഇവിടെ പൗലൂസ് കപ്പലിനകത്ത് അവര് സാധനങ്ങൾ വാരി എറിയുമ്പോഴും പൗലൂസിന്റെ പ്രാർത്ഥനയാ. അന്ന് രാത്രി ദൈവം പൗലൂസിന്റെ മുമ്പിൽ വന്നു. വല്ലാത്തൊരു പ്രോമിസ് ദൈവം പൗലൂസിന് കൊടുക്കുക. എന്താ? ഒന്ന് വായിച്ച. നോക്കണമേ, പൗലൂസ്
ഹല്ലേലൂയ. ഇവിടെ ഭയപ്പെട്ട് നിരാശരായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സകലതിനെയും വാരി കടലിൽ ഇട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. മരിച്ചാൽ മതി, എങ്ങനെ ഈ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, അല്ലെങ്കിൽ കപ്പലിനകത്തുള്ള ജനത്തോട് പറയുകയാണ് പൗലോസ്. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ വന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയാം. ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉണരുന്ന ദൈവ പൈതലേ, എന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. ഈ പ്രതികൂലം നിങ്ങളെ തകർക്കാനല്ല. ചിലപ്പോൾ കപ്പലുടയാം, എങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ദൈവം ഭംഗം വരുത്തില്ല. എത്തേണ്ട സ്ഥലത്ത് നിങ്ങളെ എത്തിക്കും ദൈവം. പൗലോസ് പറയുന്നു, ഞാൻ സേവിച്ച് നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ വന്നു. അടുത്ത നിന്റെ അടുത്ത് പറഞ്ഞതുപോലെ നീ എവിടെ നിൽക്കണോ അവിടെ ഞാൻ നിന്നെ നിർത്തും. അപ്പോഴേ പിന്നെ ഈ കപ്പലിന് എന്ത് സംഭവിക്കും? ഇവര് ഭയപ്പെട്ട് ഈ വാരി എറിയേണ്ട കാര്യം ഉണ്ടായിരുന്ന ഇത് ഭയപ്പെട്ടല്ലേ, പോയില്ലേ? അതിവേഗമല്ലേ കാണിച്ചത്? എല്ലാം പറക്കി എറിഞ്ഞില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? പൗലോസേ, നിന്നെ ഈ കപ്പലിൽ ഞാൻ കയറ്റിയെങ്കിൽ ഇത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ എനിക്കറിയാം. നീ എന്തിനാ കിടന്ന് പാടുപെടുന്നത്? നീ എന്തിനാ ഈ ജാതികളെ പോലെ കിടന്ന് ഭയപ്പെടുന്നത്? ജാതികളെ പോലെ നീ എന്തിനാ നിന്റെ നന്മകളെ നീ പറക്കി എറിയുന്നത്? ആദ്യമേ പറഞ്ഞില്ലേ നിന്നെ ഞാൻ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന്. നീ ഭ്രമിക്കരുതെന്ന്, നീ ഭയപ്പെടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൗലോസേ, നിന്നെ നിർത്തേണ്ടടുത്ത് ഞാൻ നിർത്തും. നിന്നെ നിർത്തേണ്ടടുത്ത് ഞാൻ നിർത്തും. നോക്ക, ചുമ്മാ അല്ല ഈ കപ്പലില് നിന്നെ കയറ്റിയത്. നിന്നെ ഈ കപ്പലിൽ കയറ്റിയത് വെറുതെ അല്ല പൗലോസേ. ഇതിനകത്ത് കുറെ എണ്ണം ഉണ്ട്, ഒരു പ്രതീക്ഷയില്ലാതെ നടക്കണവന്മാര്. പക്ഷെ അവരെ നിനക്ക് ദാനമായിട്ട് തരണം. വരണമെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? ഒരുപാട് കേട്ടതാണ്, ഇതിനപ്പുറവും കേട്ടിട്ടുണ്ട്. പിന്നെയാണ് ഇത് എന്ന് പറഞ്ഞിരിക്കും, മസിൽ പിടിച്ചിരിക്കണില്ലേ? ഇതിനെയൊക്കെ ഒന്ന് ദൈവത്തിൻ്റെ ദാനം ആക്കണം. അതാക്കും. അതിന് ചിലപ്പം തീരെ നടുവിൽ കൊണ്ടുപോകണമെങ്കിലും ദൈവം എന്ത് ചെയ്യും? കൊണ്ടുപോകും.